ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഒരിക്കൽ ഒരു വൃദ്ധൻ സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം പോയി. ഒരു ചെറിയ കുടിലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു പഴയ കാർ അദ്ദേഹം സ്വന്തമാക്കി. $99 വരുമാനം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 65 വയസ്സായപ്പോൾ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. അദ്ദേഹം നല്ലൊരു പാചകക്കാരനായിരുന്നു. സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പാചകക്കുറിപ്പിനെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു, പ്രത്യേകിച്ചും അദ്ദേഹം ഉണ്ടാക്കുന്ന ചിക്കനെക്കുറിച്ച്. ഒരു മാറ്റം വരുത്താൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കെൻഡിക്ക് വിട്ട് അദ്ദേഹം തൻ്റെ പാചകക്കുറിപ്പ് വിൽക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തു. തൻ്റെ കൈവശം രുചികരമായ ഒരു ചിക്കൻ പാചകക്കുറിപ്പുണ്ടെന്ന് അദ്ദേഹം റെസ്റ്റോറൻറ്റ് ഉടമകളോട് പറഞ്ഞു. വിറ്റഴിക്കപ്പെടുന്ന ഇനങ്ങളുടെ ഒരു ചെറിയ ശതമാനം മാത്രം ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് പാചകക്കുറിപ്പ് സൗജന്യമായി നൽകുവാൻ തയ്യാറായി. നിർഭാഗ്യവശാൽ മിക്ക റെസ്റ്റോറൻറ്റ് ഉടമകളും ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നു അദ്ദേഹത്തോട്. 1000 തവണയിൽ കൂടുതൽ നോ എന്ന പ്രതികരണമായിരുന്നു അദ്ദേഹം കേട്ടത്. എല്ലാ നിരസനങ്ങൾക്കും ശേഷവും അദ്ദേഹം തളർന്നില്ല. തൻ്റെ ചിക്കൻ പാചകക്കുറിപ്പ് എന്തോ പ്രത്യേകതയുള്ളതാണെന്ന് അവൻ വിശ്വസിച്ചു. ആദ്യത്തെ യേസ് കേൾക്കുന്നതിന് മുമ്പ് 1009 തവണയും അദ്ദേഹം നിരസിക്കപ്പെട്ടു. ആ ഒരു വിജയത്തോടെ കേണൽ ഹാർട്ട്ലാൻഡ് സാൻഡേഴ്സ് എന്ന ഈ പാചകക്കാരൻ അമേരിക്കക്കാർ ചിക്കൻ കഴിക്കുന്ന രീതി മാറ്റിമറിച്ചു. ഒരു പുതിയ ചിക്കൻ ഫ്രൈക്ക് 1930 പിറവി കുറിച്ചു. അതാണ് KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. 1980 വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഈ ബിസിനസ് അദ്ദേഹം വളർത്തി. ലോകമെമ്പാടും അത് പ്രശസ്തമായി. പ്രിയമുള്ളവരെ, ഒന്നോർക്കുക, നിരസിക്കപ്പെട്ടാലും ഒരിക്കലും തളരരുത്. എപ്പോഴും നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ, ഞങ്ങളെ കൈവെടിയാത്ത ഒരു ദൈവമുണ്ട്, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ ഞങ്ങൾ കേട്ടതായിട്ടുള്ള ഈ ജീവിത കഥയിലൂടെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.